3 ദശകത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം തീവ്ര വർഗീയ പാർട്ടിയായ BJP ഡൽഹിയിൽ അധികാരം പിടിച്ചതിലുള്ള ആഹ്ലാദം തുറന്ന് പ്രകടമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. തുടർച്ചയായി 3-ാം തെരഞ്ഞെടുപ്പിലും 0-ൽ ഒതുങ്ങിയെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് അധികാരം നഷ്ടമായതാണ് കോൺഗ്രസിനെ സന്തോഷിപ്പിക്കുന്നത്. പ്രതിപക്ഷ ഐക്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയായിരുന്നു. എന്നാൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇപ്പോൾ ഡൽഹിയിലും BJP അധികാരം പിടിച്ചതിന്റെ ആകുലത കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. വഞ്ചനയുടെയും ചതിയുടെയും രാഷ്ട്രീയമായിരുന്നു കെജ്രിവാളിന്റേതെന്നും അതിന്റെ നിരാകരണമാണ് ഡൽഹിയിലെ വോട്ടെന്നും കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം ചുമതലക്കാരനായ ജയറാം രമേശ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഒട്ടനവധി അഴിമതികൾ പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് വോട്ട് വീതം കൂട്ടി 2030-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്നാണ് ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഹരിയാനയിലും ഗോവയിലും ഗുജറാത്തിലും ഒക്കെ മത്സരിച്ചപ്പോൾ പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ച് ആരും ക്ലാസ് എടുത്തിരുന്നില്ല എന്നത് കോൺഗ്രസ് വക്താവ് പവൻ രഘേര പറഞ്ഞിരുന്നു. ഈ സംസ്ഥാനങ്ങളിലെല്ലാം മതനിരപേക്ഷ വോട്ടുകളെ ആം ആദ്മി പാർട്ടി പിളർത്തിയെന്നും രഘേര പറഞ്ഞിരുന്നു. ആം ആദ്മി പാർട്ടിയെ ജയിപ്പിക്കേണ്ട എന്ത് ബാധ്യതയാണ് കോൺഗ്രസിനുള്ളത് എന്ന് അന്തരിച്ച അഹമ്മദ് പട്ടേലിന്റെ മക്കളും കോൺഗ്രസ് നേതാവുമായ മുംതാസ് പട്ടേൽ പ്രതികരിച്ചിരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒന്നും നഷ്ടമായില്ല എന്നും ആം ആദ്മി പാർട്ടിക്കാണ് എല്ലാം നഷ്ടമായതെന്നും മുതിർന്ന വനിതാ നേതാവ് അൽക്ക ലംബയും പറഞ്ഞിരിക്കുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ അടക്കം BJP വ്യാപക ക്രമക്കേട് നടത്തിയെന്നും കേന്ദ്രമന്ത്രിമാരുടെയും BJP MPമാരുടെയും വീടുകളിൽ വ്യാപകമായി വോട്ട് ചോർന്നെന്നും ആം ആദ്മി പാർട്ടി ജനറൽ സെക്രട്ടറി സുധാ ധർമ്മലിംഗം പറഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 വോട്ടുണ്ടായിരുന്ന BJPയുടെ പർവേഷ് വർമ്മയുടെ വീട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 32 വോട്ടുകളായി. കെജ്രിവാൾ മത്സരിച്ച ന്യൂഡൽഹി മണ്ഡലത്തിൽ 40,000 വോട്ടുകൾ വെട്ടിമാറ്റി. 5,500 വോട്ടുകൾ റദ്ദാക്കുകയും 13,000 വ്യാജ വോട്ടുകൾ ചേർക്കുകയും ചെയ്തു. ചെറിയ അമ്പലത്തിൽ നിന്നും 44 വോട്ടുകൾ ചേർത്തു. ഇത്തരം വോട്ട് അട്ടിമറികൾ BJP നടത്തിയിട്ടുണ്ടെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടി എടുത്തിട്ടില്ല എന്നും ആം ആദ്മി പാർട്ടി ആരോപിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നടത്തിയ ഓപ്പറേഷൻ താമരയാണ് രാജ്യ തലസ്ഥാനത്ത് നടന്നതെന്നും സുധാ ധർമ്മലിംഗം അഭിപ്രായപ്പെടുന്നുണ്ട്. നിശബ്ദ പ്രചാരണ വേളയിൽ പോലും BJP ചട്ടം ലംഘിച്ച് വാഗ്ദാനങ്ങൾ നൽകിയെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടികൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളെ പോലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്ക് ഒപ്പമാണ് എന്നും സുധ ആരോപിക്കുന്നുണ്ട്.